on-grid inverters അഥവാ grid tie inverters. So ഇതിൻ്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് കറണ്ട് നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ DC നമുക്ക് AC ആക്കി കൺവേർട്ട് ചെയ്യുന്നതിന് ഇതിൽ IGBT ഉണ്ട്. ഇപ്പം IGBT എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ ആണ്. ഓക്കെ, ഇൻവെർട്ടറിൽ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്ററാണ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററുടെ ജോലി എന്ന് പറയുന്നത് സ്വിച്ചിങ് ഡിവൈസ് ആയിട്ടാണ് ഇത് യൂസ് ആവുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ DC കറണ്ട് നമ്മൾ പാനലിൽ നിന്ന് വരുന്ന DC കറണ്ട് ഇൻവെർട്ടറിൽ കയറുമ്പം അവിടെ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ഫിൽറ്റേഴ്സ് ഈ നോയ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് ഇതിന് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, അതായത് DC ഫ്രീക്വൻസി ഇല്ല, അപ്പോൾ ഇതിന് ഫ്രീക്വൻസി 50 Hz ഫ്രീക്വൻസി ഉള്ള ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ടാക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കൺവേർട്ട് ചെയ്തതിന് ശേഷം പിന്നെ അവിടെയും AC ഫിൽറ്റേഴ്സ് ഉണ്ട്. AC ഫിൽറ്റേഴ്സ് അതിൽ ക്വാളിറ്റി എലിമിനേറ്റ് ചെയ്താണ് നമുക്ക് AC പവർ കിട്ടുന്നത്, നമ്മൾ ഗ്രിഡിൽ ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IGBT മേക്സ് ഇപ്പം നല്ല ബ്രാൻഡ്സ് ഒക്കെ ആണെങ്കിൽ അഥവാ പ്രീമിയം അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് ബ്രാൻഡ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി IGBTs ആണ് യൂസ് ചെയ്യുന്നത്. ചീപ്പ് കോസ്റ്റ് ഇൻവേർട്ടേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ വെരി ലോ ക്വാളിറ്റി IGBTs യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ IGBT അഥവാ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സ് IGBT പിന്നെ കമ്മ്യൂണിക്കേഷൻ സർക്യൂട്ട്സ് അതുപോലെ ഈ ഫിൽറ്റേഴ്സ്, ബിൽ ഓഫ് മെറ്റീരിയൽസ് ഇൻവേർട്ടേഴ്സിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ബിൽ ഓഫ് മെറ്റീരിയൽസ് നല്ല ബ്രാൻഡ് ആണെങ്കിൽ ഇപ്പം ഒരു സെമിക്രോൺ, ഇൻഫിനിയോൺ പോലത്തെ ജർമ്മൻ മേക്കൊക്കെ ആണെങ്കിൽ ഒരു നല്ല ബ്രാൻഡ്സ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ബെസ്റ്റ് സോളാർ ഓൺ ഗ്രിഡ് ഇൻവേർട്ടേഴ്സ് നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റും, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ടെക്നോളജിയാണ്. അപ്പോൾ ഏതാണ് ടെക്നോളജി? സോ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്ക് 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് സ്ട്രിംഗ് ഇൻവേർട്ടേഴ്സ്, ഓക്കെ, നമ്പർ 2 മൈക്രോ ഇൻവേർട്ടേഴ്സ്, നമ്പർ 3 ഓപ്റ്റിമൈസേഴ്സ് അഥവാ മോഡ്യൂൾ ലെവൽ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയാം. അപ്പം സ്ട്രിംഗ് ഇൻവേർട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ പാനൽസിനും, അതിപ്പം ഒരു 5 kW ആണെങ്കിൽ നമുക്ക് ഒറ്റ ഇൻവേർട്ടറേ ഉള്ളൂ. ഓക്കെ, എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. അപ്പം മൈക്രോ ഇൻവേർട്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ഓരോ പാനലിന് ഒരു ഇൻവേർട്ടർ ഉണ്ടാവും. ഓക്കെ, ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ഒരു 5 kW ഓൺ ഗ്രിഡ് സിസ്റ്റം ആണെങ്കിൽ നമ്മളൊരു 12 പാനൽ വെക്കുകയാണെങ്കിൽ 12 ഇൻവേർട്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഈ 12 ഇൻവേർട്ടേഴ്സും ചെന്നിട്ടായിരിക്കും ഒരു എൻവോയിൽ കണക്ട് ആവുന്നത്, അല്ലെങ്കിൽ ഒരു വൈഫൈ റൂട്ടറിൽ കണക്ട് ആവുന്നത്. ഓക്കെ, പിന്നെ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് തേർഡ് ടെക്നോളജി നമ്മൾ പറയുന്നത് ഓപ്റ്റിമൈസേഴ്സ് ആണ്, അഥവാ മോഡ്യൂൾ ലെവൽ പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയാം. ഓപ്റ്റിമൈസേഴ്സ് എന്ന് പറയുന്നത് ഓരോ പാനലിലും ഒരു ഓപ്റ്റിമൈസർ ഉണ്ടാവും, സിമിലർ ടു മൈക്രോ ഇൻവെർട്ടർ ആണ്, പ്ലസ് ഇവിടെ ഒരു ഇൻവെർട്ടർ ഉണ്ടാവും. അപ്പം ഇവിടെ ഓപ്റ്റിമൈസേഴ്സ് ഓരോ പാനലിന്റെ താഴെയും വരുന്നുണ്ട്. ഇതിനെ നമ്മൾ സീരീസ് ആക്കിയിട്ട് ഒരു ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഓവർ സൈസിങ്. സോ ഓവർ സൈസിങ് നമ്മൾ പറയാറുണ്ട്, ഇപ്പം ഒരു 5 kW ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്കതിൽ മാക്സിമം എത്ര പാനൽസ് ആഡ് ചെയ്യാൻ പറ്റും? ഈ 5 kW ഇൻവെർട്ടറിൽ നമുക്ക് DC സൈഡിൽ എത്ര പാനൽസ് മാക്സിമം ആഡ് ചെയ്യാൻ പറ്റും? അപ്പം ഇത് ആഡ് ചെയ്യുമ്പം ഇൻവെർട്ടർ ട്രിപ്പ് ആവാൻ പാടില്ല. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സോളാർ സിസ്റ്റത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് KWH ആണ്, അഥവാ ജനറേഷൻ. KW അല്ല. ഇപ്പം 5 kW നിങ്ങൾ വെച്ചു. ഓക്കെ, 5 kW സിസ്റ്റം എത്ര KWH യൂണിറ്റ്സ് കിട്ടുന്നുണ്ട്, എത്ര യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് ജനറേഷൻ കിട്ടുന്നുണ്ട്? ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം, എത്ര യൂണിറ്റ്സ് ജനറേഷൻ കിട്ടുന്നുണ്ട്? സോ അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് സ്ലൈറ്റ്ലി ഓവർ സൈസിങ് ചെയ്യാൻ പറ്റും. ഇപ്പം ഓവർ സൈസിങ്ങിന്റെ ബെസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് 1.2 ആണ് പറയുന്നത്. അതായത് DC സൈഡിൽ നമ്മളിപ്പം ഒരു 7 kW ഇൻവെർട്ടർ അല്ലെങ്കിൽ 7 kW പാനൽസ് അല്ലെങ്കിൽ ഒരു 6.6 kW പാനൽസ് ആഡ് ചെയ്യാൻ പറ്റും ഒരു 5 kW ഇൻവെർട്ടറിൽ. ഇതേ നമ്മളിപ്പം ഒരു 8 kW ഇൻവെർട്ടർ, ചില ഇൻവെർട്ടേഴ്സിൽ നോക്കുവാണെങ്കിൽ, ഇപ്പം ഫ്രോണീസ് പോലത്തെ ഇൻവെർട്ടേഴ്സിൽ നോക്കുവാണെങ്കിൽ ഫ്രോണീസിന്റെ 8 kW ഇൻവെർട്ടറിൽ നമുക്ക് അപ് ടു 16 kW പാനൽസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെർട്ടർ റീപ്ലേസ് ചെയ്യാതെ തന്നെ ഫ്യൂച്ചറിൽ സ്കേലബിൾ ചെയ്യാൻ പറ്റും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ഇൻവെർട്ടർ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാറണ്ടിയാണ്. ബിക്കോസ് വാറണ്ടി എന്ന് പറയുമ്പം ഇൻവെർട്ടേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം പാനൽസിന് നമുക്കറിയാം 10 years 25 years പെർഫോമൻസ് വാറണ്ടി, പ്രൊഡക്റ്റ് വാറണ്ടി ഉണ്ട്. പക്ഷേ ഒരു സോളാർ സിസ്റ്റത്തിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻവെർട്ടർ തന്നെയാണ് നമ്മുടെ അഭിപ്രായത്തിൽ. സോ ഈ ഇൻവെർട്ടറിൽ നമ്മൾ എന്താണ് മാനുഫാക്ചറർ എന്താണ് വാറണ്ടി കൊടുത്തേക്കുന്നത്, ഈ വാറണ്ടിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താണ്, ഇതിൻ്റെ സർവീസ് ലെവൽ അഗ്രിമെൻറ്റ്, അത് SLA അഥവാ SLA എന്ന് നമ്മൾ പറയും. ഈ സർവീസ് ലെവൽ അഗ്രിമെൻറ്റ് എന്തൊക്കെയാണ്, അപ്പം എന്തൊക്കെ സ്പെയർ പാർട്സ് കൊടുക്കും, എന്തൊക്കെ സർവീസ് ഉൾപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇതിൽ ചിലപ്പം IGBT ഉൾപ്പെടുത്തിയിട്ട് ഉണ്ടാവില്ല. IGBT ചെയ്താൽ നമുക്കത് മേടിക്കേണ്ടി വരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ചെറിയൊരു MOSFET അതുപോലത്തെ സേഫ്റ്റി ഡിവൈസസ് ആയിരിക്കും റീപ്ലേസ്മെന്റ് ചെയ്യുക. അപ്പം ഈ സർവീസ് ലെവൽ അഗ്രിമെന്റ് അഥവാ
എന്തൊക്കെയാണ് സർവീസസ് അവർ കൊടുക്കുന്നത്, വാറണ്ടിയിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, ഈ സ്പെയർ പാർട്സ് എന്തൊക്കെ കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ തിരക്കി അന്വേഷിച്ച് വേണം നമ്മൾ തീരുമാനിക്കാനായിട്ട് എത്ര വാറണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ചില ഇൻവെർട്ടേഴ്സിന് 5 years വാറണ്ടി വരുന്നുണ്ട്, ചില ഇൻവെർട്ടേഴ്സിന് 10 years വാറണ്ടി വരുന്നുണ്ട്, 7 years ഉണ്ട്, അതുപോലെ ചില ഇൻവെർട്ടേഴ്സിന് 12 years ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നോക്കാം. നാലാമത് നമ്മൾ നോക്കുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് മോണിറ്ററിംഗ് ആണ്. ഓഫ് കോഴ്സ് നമുക്ക് മോണിറ്ററിംഗ് വേണം. ഇപ്പം എല്ലാ സിസ്റ്റവും നമ്മൾ മോണിറ്ററിംഗ് ചെയ്തിരിക്കണം. ഈവൻ നമ്മൾ പാനൽ ലെവൽ മോണിറ്ററിംഗ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രിംഗ് ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് ഹോൾ സിസ്റ്റം മോണിറ്ററിംഗ് ചെയ്യാം. പക്ഷേ ഈ മോണിറ്ററിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ചില ഇൻവെർട്ടേഴ്സിന് GPS ആണ്, ചില ഇൻവെർട്ടേഴ്സിന് വൈഫൈ മോണിറ്ററിംഗ് ആണ്, ചില ഇൻവെർട്ടേഴ്സിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ലാൻ കേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ചില ഇൻവെർട്ടേഴ്സ് ലാൻ കേബിൾ വെച്ച് മാത്രമേ നല്ല രീതിയിൽ നമുക്ക് മോണിറ്ററിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അതിന് സിഗ്നൽ സ്ട്രെങ്ത് വേണം. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇരിക്കുന്ന വൈഫൈയും ഈ ഇൻവെർട്ടർ ലാനുമായിട്ട് അല്ലെങ്കിൽ ഈ ഇൻവെർട്ടർ കമ്മ്യൂണിക്കേഷൻ പോർട്ടുമായിട്ട് നല്ല രീതിയിൽ സിങ്ക് ആവണം. സിങ്ക് ആയി കഴിഞ്ഞാലേ നമുക്ക് ഒരു ട്രബിൾ ഫ്രീ മോണിറ്ററിംഗ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ വൈഫൈ സിഗ്നൽ ഡൗൺ ആകുമ്പോൾ നമുക്ക് മോണിറ്ററിംഗ് ഡിസ്കണക്ട് ആവും. അപ്പോൾ ഡിസ്കണക്ട് ആകുമ്പോൾ നമുക്ക് വിചാരിക്കും നമ്മൾ പ്ലാന്റ് വർക്ക് ആവുന്നില്ല, സോളാർ പ്ലാന്റ് ഓഫ് ദ ഗ്രിഡ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ ഈ മോണിറ്ററിംഗിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിന് അനുകൂലമായിട്ടുള്ള സിസ്റ്റം ആയിരിക്കണം. ഇപ്പം വൈഫൈ ഇല്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ നമ്മൾ സിം വെച്ചിട്ടാണ് യൂസ് ചെയ്യാൻ പറയുന്നത്, GPRS എന്തെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു റൂട്ടർ ഉണ്ട്, പക്ഷെ അഥവാ ലെന്ത് ഒക്കെ കുറവാണെങ്കിൽ ലാൻ കേബിൾ യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം വൈഫൈയുടെ സിഗ്നൽ സ്ട്രെങ്ത് നല്ലൊരു സിഗ്നൽ സ്ട്രെങ്ത് അത് എക്സലൻ്റ് ആണെന്ന് ഉണ്ടെങ്കിൽ വൈഫൈ യൂസ് ചെയ്യാം. ഇതിലായിട്ട് നമ്മൾ നോക്കേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് സേഫ്റ്റി ആസ്പെക്ട്സ് ആണ്. സോ ഇൻവെർട്ടറിൽ സേഫ്റ്റി ആസ്പെക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ DC സൈഡിൽ SPD ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, Type 2 SPD അല്ലെങ്കിൽ Type 1+2. Type 1+2 കുറച്ച് ഇൻവെർട്ടേഴ്സിലേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വെക്കേണ്ടി വരും. പക്ഷേ പൊതുവേ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന SPD എന്ന് പറയുന്നത് Type 1+2 ആണ്. ബിക്കോസ് അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ ഗ്രൗണ്ട് ഫോൾട്ട് ഡിറ്റക്ഷൻ സർക്യൂട്ട് ഉണ്ടോ, അതുപോലെ ആർക്ക് ഫോൾട്ട് ഡിറ്റക്ഷൻ സർക്യൂട്ട് ഉണ്ടോ. മാക്സിമം ഇൻവെർട്ടേഴ്സിൽ ഇത് ഉൾപ്പെടാറുണ്ട്, പക്ഷേ ചില ഇൻവെർട്ടേഴ്സിൽ ഇത് ഓപ്ഷണൽ ആണ്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നോക്കാം.